വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന 2 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ഓരോ ശരീരഭാഗത്തും ഫീൽ ചെയ്യാറുണ്ട്. നമ്മളുടെ ശരീരം നോർമലായിട്ട് പോകുമ്പോഴേക്കും പെട്ടെന്ന് ശരീരത്തിൽ ഹോർമോൺസിന്റെ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്ഷനും അതുപോലെ മറ്റു പല ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും കൊണ്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും ഫീൽ ചെയ്യുന്നത്. നമ്മുടെ തല മുതൽ പാദം വരെയുള്ള ഭാഗത്തും പല സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടേതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണം, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് സ്ത്രീകൾക്ക് അവരുടെ പൊക്കിളിന് താഴെയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പൊക്കിളിന് മുകളിൽ നിന്ന് നമ്മുടെ ആ ഒരു അടിവാറിന്റെ അറ്റം വരെ ഒരു കറുത്ത വര ഫീൽ ചെയ്യാറുണ്ട്. പലർക്കും അവർ പ്രഗ്നന്റ് അല്ലെങ്കിലും ആ ഒരു വര തെളിഞ്ഞു കാണാറുണ്ട്. അത് ഉണ്ടാകുന്നതിന്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് പലർക്കും ഡിഫറെന്റ് ആയിരിക്കും. അതായത് പ്രഗ്നൻസി ആകുന്നതിന് മുൻപ് വളരെ നേർത്ത തരത്തിലുള്ള ഒരു വരയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വരയുണ്ടാവുന്നത് വളരെ ഡാർക്കർ ഷെയ്ഡിലായിരിക്കും. നമ്മൾ പ്രഗ്നന്റ് ആകുന്നതിന്റെ ഭാഗമായിട്ട് പലതരത്തിലും നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷനിലെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പലർക്കും പല ശരീരഭാഗങ്ങളും ഡാർക്കായിട്ട് വരാറുണ്ട്. നമ്മുടെ നിപ്പിളിന് ചുറ്റുമുള്ള ഭാഗം, ചിലർക്ക് മുഖത്തിന്റെ ഭാഗം, ചിലർക്ക് ചുണ്ട്, അങ്ങനെ പലർക്കും ഡാർക്കായിട്ടുള്ള ഒരു പിഗ്മെന്റേഷനിലോട്ട് മാറാറുണ്ട്. ഇതേ വ്യത്യാസം തന്നെയാണ് നമുക്ക് പൊക്കിളിന്റെ ആ ഒരു ഭാഗത്തും വരയായിട്ട് കാണുന്നത്. പലർക്കും ഈ ഒരു വര കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഒരു രീതിക്കായിരിക്കും, അല്ലെങ്കിൽ ബ്രൗണിന്റെ ഭയങ്കര ഡാർക്കർ ഷെയ്ഡിലായിരിക്കും ഈ ഒരു വര റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഈ ഒരു വരയെ പറയുന്നത് ലീനിയ നിഗ്ര എന്നാണ്. ലീനിയ നിഗ്ര അല്ലെങ്കിൽ പ്രഗ്നൻസി ലൈൻ എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ ലാസ്റ്റത്തെ ട്രൈമസ്റ്റർ വരെ ഏറ്റവും ഡാർക്ക് ആയിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. എന്നാൽ ചില സ്ത്രീകളിൽ അവരുടെ പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ തന്നെ ലീനിയ നിഗ്ര തെളിഞ്ഞു വരാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ ഡൊമിനൻസ് ആണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതോടൊപ്പം തന്നെ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവും നമ്മളുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകാറുണ്ട്. ഇങ്ങനെ ഇൻക്രീസ് ആവുന്നതിന്റെ ഭാഗമായിട്ട് പല സ്ത്രീകളിലും ലീനിയ നിഗ്ര, അതായത് ആ പ്രഗ്നൻസി ലൈൻ എളുപ്പത്തിൽ തന്നെ തെളിഞ്ഞു വരാറുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു ലൈൻ ഉള്ളവർക്ക് എളുപ്പത്തിൽ ഈ ഒരു സിംറ്റം തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു ലൈൻ കൂടുതൽ ഡാർക്കായിട്ട് പലർക്കും കാണാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ അല്ലാത്തവർക്കും ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിന്റെ ഒരു മിഡിലിൽ വെച്ച് തന്നെ ഈ ഒരു ലൈൻ വിസിബിൾ ആകാറുണ്ട്. ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിന്റെ മിഡിൽ എന്ന് പറയുമ്പോഴേക്കും ഏകദേശം ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പീരിയഡ്സ് മിസ്സാകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിന്റെ മിഡിലാണ്. കാരണം നമ്മൾ പ്രഗ്നൻസിയുടെ മന്ത് ഡോക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് മന്തിലെ LMP മുതൽ ഈ ഒരു സമയം നമുക്ക് പീരിയഡ് മിസ്സാവുന്ന സമയം വരെയാണ്. അപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഫസ്റ്റത്തെ മന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ഫസ്റ്റത്തെ ഒരു മന്തും കുറച്ച് ആഴ്ചകളും അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കും പലർക്കും തന്നെ ഏർലി പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ലീനിയ നിഗ്ര അല്ലെങ്കിൽ പ്രഗ്നൻസി ലൈൻ വിസിബിൾ ആയിട്ടുണ്ടാകും. അങ്ങനെ ആകാത്തവർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ ആ ഒരു എൻഡിൽ വെച്ചിട്ടോ സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടോ ഈ ഒരു ലക്ഷണം തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ഒരു പിഗ്മെന്റേഷന്റെ വ്യത്യാസം കാണുന്നവർക്ക്, അതായത് നിപ്പിളിന് ചുറ്റും കറുത്ത കളർ ഫോം ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ പലർക്കും ഈ ഒരു ലക്ഷണവും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. PCOD ഉള്ള സ്ത്രീകളിൽ ഓൾറെഡി തന്നെ ഈസ്ട്രോജന്റെ ഡോമിനൻസ് അവരിൽ ഉണ്ടാകാം. അങ്ങനെ PCOD ഉള്ള സ്ത്രീകൾക്ക് ഓൾറെഡി അവർ പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് തന്നെ ലീനിയ നിഗ്ര ഫീൽ ചെയ്തിട്ടുണ്ടാകും, കാണാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് പെട്ടെന്ന് തന്നെ കാണുമ്പോഴേക്കും ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഓൾറെഡി ആ ഒരു ലൈൻ നമുക്ക് ഈസ്ട്രജൻ ഹോർമോണിന്റെ ഡൊമിനൻസ് മൂലം PCOD ഉള്ള സ്ത്രീകളിൽ ഉണ്ടാകും. PCOD എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് വരുന്നത് ഈസ്ട്രജൻ ഹോർമോണിന്റെ ഡൊമിനൻസ് മൂലമാണ്. ഈസ്ട്രജൻ ഹോർമോൺ കൂടുന്നവർക്ക് ലീനിയ നിഗ്ര ഓൾറെഡി വിസിബിൾ ആയിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ലക്ഷണം വെച്ചിട്ട് അത് പ്രഗ്നൻസിയുടേതാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്ക് പെട്ടെന്ന് ഈ ഒരു ലൈൻ കാണുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടേതായിട്ട് കൺസിഡർ ചെയ്യാനായിട്ടും സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വയറിന് ചുറ്റുമുള്ള ഭാഗത്ത് കുറച്ചൊന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ മറ്റോ ഇട്ട് വയറൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കൂടുതൽ ആ ഒരു ലൈൻ ഡാർക്കർ ആയിട്ട് പോകുന്നതും അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്സ് വയറിൽ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ ഒരു ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾ ബോഡി നന്നായിട്ട് കെയർ ചെയ്യണം. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞ് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് വേണം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഡേറ്റ് മിസ്സായിട്ട് എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ ഇത് പീരിയഡ്സിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ ചെയ്യാനായിട്ട് പാടില്ല. ഒപ്പം പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസോ എക്സസൈസോ ഒന്നും തന്നെ ഈ ഒരു ടൈമിൽ എടുക്കാനായിട്ടും പാടില്ല കേട്ടോ. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കൂർക്കം വലിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ പ്രഗ്നൻസിയുടെ സിംറ്റമായിട്ട് കൂർക്കം വലി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ കൂർക്കം വലിക്കാത്ത ഒരാളാണെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് അത്തരത്തിലുള്ള ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ആയതിന്റെ കൂടി സൂചനയായിരിക്കും. എന്തുകൊണ്ടാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് കൂർക്കം വലി ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോഴേക്കും പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരുപാട് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു. നമ്മളുടെ ശരീരത്തിൽ ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോളിക്കുലാർ ഫേസിലും നമ്മുടെ ലൂട്ടിയൽ ഫേസിലും ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഈസ്ട്രജൻ ഹോർമോണാണ്. രണ്ടാം പാതിയിൽ നമുക്ക് വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഈസ്ട്രോജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും HCG ഹോർമോണും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് ഇൻക്രീസ് ആകുന്നു. ഈ ഇൻക്രീസ് ആവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ഈസ്ട്രോജൻ ഹോർമോണിനും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണിനും ശരീരത്തിന് വേണ്ടുന്ന ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുത്ത് ആ ഒരു കുഞ്ഞിനെ നല്ലതുപോലെ ഒന്ന് കീപ്പ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലൂയിഡ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈസ്ട്രോജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നേസൽ ഏരിയയിൽ കുറച്ചൊന്ന് കൺജഷൻ ഉണ്ടാകും. അതൊന്ന് ചുരുങ്ങി പോകാനായിട്ട് കാരണമാവുന്നു. ഇങ്ങനെ ചുരുങ്ങി പോകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു കൂർക്കം വലി, നമ്മുടെ ആ ഒരു മുക്കിന്റെ ഒരു ഭാഗം ഒന്ന് ചുരുങ്ങി പോകുമ്പോഴാണ് പലർക്കും കൂർക്കം വലി ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ലക്ഷണം ഈസ്ട്രോജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും കൂടുന്നതിന്റെ ഭാഗമായിട്ട് പല സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രഗ്നൻസി ലക്ഷണങ്ങളും. ഈ 2 ലക്ഷണങ്ങളും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്രയുള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.